ഒരിക്കൽ ഒരു വ്യക്തി ഒരു ദൂരയാത്രക്ക് പോകുകയായിരുന്നു. വഴിയിൽ ഒരു സ്നാനമന്ദിരം കണ്ടപ്പോൾ അയാൾ അതിലേക്ക് പ്രവേശിച്ചു. വിലകുറഞ്ഞതും മുഷിഞ്ഞതുമായ അയാളുടെ വസ്ത്രം കണ്ട അവിടുത്തെ ജോലിക്കാർ അയാളെ പുച്ഛത്തോടെ നോക്കുകയും ഉപയോഗിച്ചു തീരാറായ സോപ്പും വക്ക് പൊട്ടിയ വൃത്തിയാക്കാത്ത ബക്കറ്റും കുളിക്കാനായി കൊടുത്തു. അയാൾ അത് ചിരിച്ചുകൊണ്ട് വാങ്ങുകയും കുളിക്കുകയും ചെയ്തു. കുളി കഴിഞ്ഞു വന്ന അയാൾ എല്ലാ ജോലിക്കാർക്കും ഓരോ സ്വർണ്ണ നാണയങ്ങൾ വീതം കൊടുത്തു. ശേഷം പോയി. ഇത് കണ്ട് ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഈ വൃത്തികെട്ട സോപ്പിനും ബക്കറ്റിനും ഇയാൾ സ്വർണ്ണനാണയങ്ങൾ തന്നെങ്കിൽ നല്ല രീതിയിൽ അയാളോട് പെരുമാറിയാലോ. ഇത് പറഞ്ഞു അവർ അയാളുടെ തിരിച്ചു വരവിനായി കാത്തിരുന്നു. കുറച്ചു ദിവസത്തിനു ശേഷം അയാൾ തിരിച്ചു വരുന്നത് കണ്ട സ്നാനമന്ദിരത്തിലെ ആളുകൾ അയാളെ പൂക്കൾ കൊടുത്ത് സ്വീകരിക്കുകയും രാജാവിനോടെന്നവണ്ണം കാര്യമായി പെരുമാറുകയും ചെയ്തു. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ സോപ്പും മനോഹരമായ സ്വർണ്ണനിറത്തിലുള്ള ബക്കറ്റും വൃത്തിയുള്ള പുതിയ തോർത്തും കൊടുത്തു. കുളി കഴിഞ്ഞു വന്നപ്പോൾ വിലകൂടിയ വസ്ത്രവും ധരിക്കാനായി കൊടുത്തു. അയാൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ശേഷം എല്ലാ ജോലിക്കാരുടെ അടുത്തേക്ക് മണ്ണ് വാരിയെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, അന്ന് തന്ന സ്വർണ്ണ നാണയങ്ങൾ ഇപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സേവനങ്ങൾക്കും ഇന്ന് തന്നത് അന്നത്തേക്കുള്ള മറുപടിയുമാണ്. ഇത്രയും പറഞ്ഞു ചിരിച്ചുകൊണ്ട് അയാൾ മടങ്ങി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂ. ഇതുപോലത്തെ കഥകളും മറ്റും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ കോക്കാച്ചി പിടിക്കുമെന്ന് അറിയിക്കുന്നു. ഉഹ ഉഹ ഉഹ.